ഹലോ ഗൈസ്, എല്ലാവർക്കും സിൽവർ ഷെയ്ഡ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ പ്രധാനമായിട്ട് മാറിയിരിക്കുന്ന കുറച്ച് അറിവുകളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഒരുപാട് വിനോദയാത്രകൾ സഞ്ചരിക്കുന്നവരാണ്. ഒരുപാട് സ്ഥലങ്ങൾ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, യാത്ര പോകാൻ തുടങ്ങുന്നവരുണ്ട്, യാത്ര പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവരെല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുണകരമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൂന്നാർ എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. മൂന്നാറിനെ കുറിച്ച് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമ്മളെല്ലാവരും ഒരുപാട് പോയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം മൂന്നാറിനെ കുറിച്ച് ഞാൻ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മൂന്നാർ പട്ടണവും വിനോദ കേന്ദ്രങ്ങളും ഒന്നായി മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത്. മുതിരപ്പുര, നല്ല തണ്ണി, കുണ്ടള ഈ 3 നദികളും സംഗമവേദിയിൽ ആയതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600-1800 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നിലയിൽ 9 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് അവിടുത്തെ താപനില. ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിലാണ് വിനോദസഞ്ചാരങ്ങൾ കൂടുതൽ. ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിനടുത്താണ്. തെക്കിൻ്റെ കാശ്മീർ എന്ന അപരനാമത്തിലാണ് മൂന്നാർ പ്രസിദ്ധമാണ്. ഇനി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് പ്രധാനമായും മൂന്നാറിനകത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, കുണ്ടള ഡാം, ടോപ്പ് സ്റ്റേഷൻ, രാജമല, ആനമുടി, ആനയിറങ്ങൽ ഡാം, കൊളുക്കുമല എന്നിവയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. പുൽമേടുകളും ഷോലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി ഒരുക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഷോലക്കാടുകൾ പുൽമേടുകളിലും നീലക്കുറിഞ്ഞി പകരും. 2018 അവസാനമായി നീലക്കുറിഞ്ഞി പൂത്തത്. ഇനി 2030 ഈ കുറിഞ്ഞി പൂക്കൾ കാണാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്റർ. മൂന്നാറിനടുത്താണ് ഈ മേഖല സാഹസിക നടത്തത്തിനാണ് യോജിച്ചത്. മൂന്നാറിനെ പറ്റി വളരെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബൈ.